പഴയങ്ങാടിയിലെ യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ ഏറ്റുമുട്ടൽ കേരളം മറന്നു കാണില്ല. ചെടിച്ചട്ടിയൊക്കെ എടുത്തായിരുന്നു കയ്യാങ്കളി. അതിൽ ഇപ്പോൾ CPM-ന്റെ മാട ഏരിയ സെക്രട്ടറി വി വിനോദിന്റെ ഒരു പൊതുവേദിയിലെ പ്രസംഗത്തിന്റെ ഭാഗങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കേരള പോലീസിന്റെ ഈ പറയുന്ന SI-യുടെയും CI-യുടെയും ഒക്കെ മൂക്കിനു താഴെയാണ്, പഴയങ്ങാടി SI-യുടെയും CI-യുടെയും ഒക്കെ മൂക്കിനു താഴെയാണ് പ്രതിഷേധ സംഭവം ഉണ്ടായത്, അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതിൽ ഡിവൈഎഫ്ഐക്കും CPM-നും പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല എന്നുള്ളതാണ്. പോലീസ് ഒരുപക്ഷെ ഈ പ്രതിഷേധത്തെ തുടർന്ന് എടുക്കേണ്ട മുൻകരുതലുകൾ എടുത്തിട്ടില്ല എന്നും ഒത്താശ ചെയ്തു എന്ന ചോദ്യത്തിന് അത് അന്വേഷിക്കേണ്ടതാണ് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് K. അരുൺകുമാർ, പാർട്ടി ഘടകങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് വിശ്വാസമുള്ള പോലീസിനെ വിശ്വാസമില്ലേ? കേരളത്തിലെ പോലീസ് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണല്ലോ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളെല്ലാം തെളിയിക്കുന്നത്. പ്രത്യേകിച്ച് കേന്ദ്രം തന്നെ നിരവധി തവണ ഡൽഹിക്ക് വിളിച്ചു വരുത്തി അവാർഡ് കൊടുക്കുന്ന സാഹചര്യം കഴിഞ്ഞ 7.5 വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിലായാലും ഇൻവെസ്റ്റിഗേഷനുകൾ നടത്തുന്ന കാര്യത്തിലായാലും കേരള പോലീസ് വളരെ മികച്ചു നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് തന്നെ ഏറ്റവും അവസാനം ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള കേസ് CBI അന്വേഷിച്ച് അവസാനിപ്പിക്കുന്ന വാർത്ത പത്രങ്ങളിൽ പുറത്തു വന്നു. അത് കേരള പോലീസ് കേരള പോലീസ് അന്വേഷിച്ചുകൊണ്ട് ഒരു പ്രത്യേക ഘട്ടത്തിൽ CBIക്ക് കൈമാറിയ കേസാണ്. അതായത് ഞാൻ സൂചിപ്പിച്ചു വന്നത്, കേരള പോലീസ് ഏറ്റവും മികച്ച പോലീസ് സംവിധാനമായി ഈ രാജ്യത്ത് മുന്നോട്ട് പോവുകയാണ്. ഒരു തരത്തിലുള്ള ആരോപണങ്ങളോ അല്ലെങ്കിൽ കുറവുകളോ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമില്ല. ഇപ്പോൾ നവകേരള സദസ് അടക്കമുള്ള സാഹചര്യങ്ങളിൽ 10,000-കണക്കിന് ആളുകൾ വരുന്നു. ഇസഡ് കാറ്റഗറിയുള്ള മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെല്ലാം സുരക്ഷ ഒരുക്കണം. ചിട്ടയായിട്ടുള്ള ഈ സദസ്സുകളിലേക്ക് ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം. അതിലെല്ലാം പോലീസ് വളരെ കാര്യക്ഷമമായി മാതൃകാപരമായി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശബരിമല ആണെങ്കിൽ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്ന തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെ സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിലെല്ലാം പോലീസ് രാത്രികളെ പകലാക്കി വളരെ ത്യാഗോജലമായിട്ടുള്ള പ്രവർത്തനമാണ് സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ പ്രളയകാലത്തും കോവിഡ് കാലത്തുമെല്ലാം കേരളത്തിൻ്റെ പോലീസ് ഉയർത്തിയ ഒരു സമാനതകളില്ലാത്ത മാതൃക നമ്മുടെ മുന്നിലുണ്ട്. ജനമൈത്രി പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ എത്ര മികച്ചതാണെന്ന് നമ്മൾ ചർച്ച ചെയ്താൽ, എത്ര ദിവസം ചർച്ച ചെയ്താലും തീരാത്ത തരത്തിലേക്കുള്ള ഇടപെടലാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പൊതുവേദിയിൽ ജനങ്ങൾക്ക് മുന്നിൽ നിന്ന് കേരള പോലീസിനെ കുറ്റം പറയുന്നത്, മൂക്കിൻതുമ്പിൽ അക്രമ സംഭവം ഉണ്ടായാലും നിയന്ത്രിക്കാൻ കഴിയില്ല എന്നൊക്കെ പാർട്ടി നേതാക്കൾ തന്നെ വിളിച്ചു പറയുന്നത്, നേരത്തെയൊക്കെ പലതവണ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള പോലീസിന്റെ ആത്മവീര്യത്തെ, അവരുടെ അങ്ങ് ഈ എണ്ണി പറഞ്ഞ പൊൻതോലുകളെയൊക്കെ അവമതിക്കുന്നതിന് തുല്യമല്ലേ? അതിൽ ഗവൺമെന്റിന്റെ പോലീസ് നയവും അതുപോലെ തന്നെ പോലീസ് ജനങ്ങളോട് ഇടപെടേണ്ട സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളുമെല്ലാം ഗവൺമെന്റിന് കൃത്യമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു പോലീസ് നയമുണ്ട്. ആ പോലീസ് നയം ഏറ്റവും ജനമൈത്രി പോലീസിലൂടെ നടപ്പാക്കുവാനും പോലീസിൽ ഏറ്റവും സൗഹൃദപരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കുവാനും ക്രമസമാധാന രംഗത്ത് ഒരു കുറവുമില്ലാതെ ജനങ്ങളെ സംരക്ഷിക്കാനും അതുപോലെ നടക്കുന്ന ക്രൈമിൽ കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുവാനും എല്ലാം ഉള്ള ഒരു പോലീസ് നയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ പോലീസ് നയം. പക്ഷേ ആ പോലീസ് നയത്തിന് വിരുദ്ധമായി ചില മേഖലകളിലും പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ആ സമയത്ത് തിരുത്തേണ്ട സമയത്ത് തിരുത്താറുണ്ട്. ക്രിമിനൽ കേസുകളിൽ പെടുന്ന പോലീസുകാരെ മാതൃകാപരമായി ശിക്ഷിക്കാറുണ്ട്. അടുത്ത കാലത്ത് ക്രിമിനലുകളായിട്ടുള്ള പോലീസുകാരെ സർവീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിമൂവ് ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ പോലീസ് നയം കൃത്യമായി തന്നെയാണ് ഗവൺമെന്റ് വ്യക്തമാക്കി മുന്നോട്ട് പോകുന്നത്. അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന പോലീസുകാരെ മാതൃകാപരമായിട്ട് തന്നെ നടപടി സ്വീകരിക്കാറുണ്ട്. അതിൽ ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒറ്റ കാര്യം കൂടി ഞാൻ അങ്ങോട്ട് ചോദിച്ചു പോട്ടെ. അതായത് കഴിഞ്ഞ 15-ാം തീയതി അങ്ങനെ ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട 2 പോലീസുകാരെ അങ്ങേക്കറിയാം. മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരിൽ ഉൾപ്പെടുന്നവരാണ് സന്ദീപും അനിൽകുമാറും. അവർക്കെതിരെ എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളത്? കേസെടുത്തത് കോടതി പറഞ്ഞിട്ടാണ്. ഒന്ന് മൊഴിയെടുക്കാൻ പോലും വിളിച്ചു വരുത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങേക്ക് തിരുത്തുണ്ടോ? അതിൽ ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ആ കേസ് അന്വേഷിക്കാൻ പറഞ്ഞത്. ടു രജിസ്റ്റർ എ കേസ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ് ദ ക്രൈം എന്നതാണ് മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശം. അതിന്റെ ഭാഗമായി പോലീസ് ക്രൈം രജിസ്റ്റർ ചെയ്തു. അതിന്റെ അന്വേഷണം നടക്കുകയാണ്. ആ നിയമപരമായി ചെയ്യേണ്ട പ്രക്രിയ ആ പ്രൈവറ്റ് കംപ്ലൈന്റിന്റെ പുറത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഉള്ള തുടർ നടപടികൾ അതിൻ്റെതായിട്ടുള്ള രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടപെടൽ
അതാ ഞാൻ സൂചിപ്പിച്ചത്, ടു രജിസ്റ്റർ എ ക്രൈം ആൻഡ് ദെൻ ഇൻവെസ്റ്റിഗേറ്റ് എന്നതാണ്. ആദ്യം ക്രൈം രജിസ്റ്റർ ചെയ്ത് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി പ്രതികളെ വിളിച്ചു വരുത്തേണ്ടതുണ്ടെങ്കിൽ വിളിച്ചു വരുത്തും, സാക്ഷികളെ കണ്ട് ചോദ്യം ചെയ്യും, മൊഴി രേഖപ്പെടുത്തും. അതെല്ലാം ആ അന്വേഷണ പ്രക്രിയയിലൊന്നും ഗവൺമെന്റ് ഇടപെടുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നയം നടപ്പാക്കുന്ന സാഹചര്യമില്ല. കേസന്വേഷണത്തിന്റെ രൂപത്തിൽ പോകും, പോലീസിന്റെ ഇടപെടൽ ആ രൂപത്തിൽ തന്നെ പോകും. അതിലൊന്നും ഗവൺമെന്റ് ഇടപെടുന്ന സാഹചര്യമില്ല. അതെ, പോലീസ് അന്വേഷണവും ഇതൊക്കെ പോകുന്നത് കുറച്ചു മുമ്പ് അങ്ങ് പറഞ്ഞത് നമ്മുടെ സർക്കാരിന്റെ ഒരു നയം അനുസരിച്ചാണെന്നാണ്. ഇപ്പോൾ പറയുന്നത് അങ്ങനെ സർക്കാർ ഇടപെടുന്നില്ല എന്നുമാണ്. ആ വിഷ്വൽ പുറത്തു വന്നപ്പോഴോ അതിലൊരു ക്രിമിനൽ സ്വഭാവം ഉണ്ടെന്ന് മനസ്സിലാക്കിയോ? അല്ല, കേസെടുത്തതല്ല അഡ്വക്കേറ്റ് അരുൺകുമാർ. പിന്നീട് കോടതി പറഞ്ഞപ്പോൾ മാത്രം കേസെടുത്താണ്. അപ്പോൾ പെട്ടെന്ന് നിയമത്തിന്റെ വഴിക്ക് പോകുന്നു, പോലീസിന്റെ ഇടപെടൽ, അന്വേഷണം ഒക്കെ ആ വഴിക്ക് പോകുന്നു എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ അതിലൊരു ഘടകവിരുദ്ധത ചൂണ്ടിക്കാണിച്ചു എന്നേയുള്ളൂ.